ഫ്രണ്ട്സ്, ഇത് പെർഫ്യൂം റിവ്യൂ ആണ്, വേറെ ഒന്നല്ല. ബ്ലൂ ലേഡി അത്യാവശ്യം എല്ലാവർക്കും നല്ല കേട്ട് പരിചയമുള്ളൊരു പെർഫ്യൂം തന്നെയാണ് ബ്ലൂ ലേഡി. ഇത് നമ്മുടെ റസാസി ബ്രാൻഡിൻ്റെ ഒരു പെർഫ്യൂമാണ്. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 4 to 5 അത്രയും വർഷമായിട്ടുണ്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഇതിൻ്റെ സ്മെല്ല് വന്നിട്ട് ഇങ്ങനെ ഭയങ്കര നമുക്കിങ്ങനെ ഫസ്റ്റ് അടിക്കുമ്പോഴേക്കും ഭയങ്കര ഇങ്ങനെ നമുക്കങ്ങനെ ഇമ്പ്രഷൻ കിട്ടുന്നൊരു സ്മെല്ലല്ല. പക്ഷേ ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത്യാവശ്യം നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സ്മെല്ല് കിട്ടും. ഇതിന് ഏകദേശം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് 40 ml ആണ്. റേറ്റ് വരുന്നത് 800 സംതിങ്, 800 ആ ഒരു റേറ്റിൽ ഉള്ളതാണ്. അത്യാവശ്യം നല്ലൊരു പെർഫ്യൂമാണ്. പിന്നെ ഇതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. പക്ഷെ എനിക്കത് ഫസ്റ്റ് അടിക്കുമ്പോൾ എനിക്കങ്ങനെ നമുക്ക് ഫസ്റ്റ് ബോഡിയിൽ അടിക്കുമ്പോഴേക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ പിന്നീട് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ സെറ്റായി അങ്ങനെ ചെയ്ത് നമ്മൾ ട്രാവലൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം ഇതിൻ്റെ സ്മെല്ല് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. എനിക്ക് ബ്ലൂ ലേഡി ഇഷ്ടം ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് അടിക്കുന്ന സമയത്തുള്ള ആ ഒരു സ്മെല്ല് എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ അതിന് ശേഷം നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്മെല്ലായിരിക്കും നമുക്ക് കിട്ടുന്ന. ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടല്ലോ ആ ഡ്രസ്സിനൊക്കെ അതിൻ്റെ സ്മെല്ല് നല്ല രീതിയിൽ നിൽക്കാറുണ്ട്. അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി ഇത്തിരി റേറ്റ് കൂടുതലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എങ്ങനെയെന്നറിയില്ല. എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് എനിക്ക് ഇത്തിരി റേറ്റ് കൂടുതലായിട്ടാണ് ഫീൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പെർഫ്യൂം ബേസിൽ അടിപൊളി പെർഫ്യൂമാണ്. എനിക്ക് ആപ്പടെ തോന്നിയിരിക്കുന്നത് ഇപ്പോൾ ബഡ്ജറ്റ് എനിക്ക് ഇച്ചിരി കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് നമ്മൾ അടിക്കുന്ന സമയത്തുള്ള ആ ഒരു സ്മെല്ല് എനിക്കത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ തരാറില്ല. അതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴേക്കും ആ സ്മെല്ലുമായിട്ട് നമ്മുടെ ആ ബോഡിയായിട്ട് മിങ്കിളായി കഴിയുമ്പോഴേക്കും വരുന്ന സ്മെല്ല് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ അല്ലെങ്കിൽ സ്വീറ്റ് ആയിട്ടുള്ള നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നമ്മൾ പിന്നെ വന്നിട്ട് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സ്മെല്ല് നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യാൻ പറ്റും. ഗുഡ് ഫീൽ പെർഫ്യൂമാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ആർക്കെങ്കിലും വേണമെങ്കിൽ മേടിക്കുക. മസ്റ്റ് ബൈ ആണോയെന്ന് വെച്ചാൽ മസ്റ്റ് ബൈ തന്നെയാണ്. പക്ഷെ നമുക്കത് ഡെയിലി യൂസേജിന് ഇപ്പോൾ ഈ റേറ്റിന് നമുക്ക് ഡെയിലി യൂസേജിന് ഇപ്പോൾ ഡെയിലി വർക്കിന് പോകുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മേ ബി ഈ ഡെയിലി യൂസേജിന് ചിലപ്പോൾ ഇത് പറ്റിയെന്ന് വരില്ല. പക്ഷേ നമുക്കിത് മേടിച്ച് വെച്ചാൽ നമുക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പെർഫ്യൂമാണ്. ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇതിൻ്റെ എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഞാൻ ഇപ്പോഴും പറയുന്നു, ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അത്യാവശ്യം നല്ല റേറ്റുള്ളൊരു പെർഫ്യൂമാണ്. കാരണം ഈ 40 ml തന്നെ ഒരു 900 താഴെ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ലിങ്ക് കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ മേടിക്കാം.